നമസ്കാരം. ശ്രീമദ് ഭഗവത്ഗീത 4-ാം അധ്യായം ജ്ഞാനകർമ്മ സന്യാസയോഗം. ഇത് 33 ശ്ലോകങ്ങളാണ് 4-ാം അധ്യായത്തിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോ വരെ നോക്കിയിരുന്നത്. അവിടെ ഭഗവാൻ അവസാനമായി 12 തരത്തിലുള്ള യജ്ഞങ്ങളെക്കുറിച്ച്, സാധനകളെക്കുറിച്ച്, പലതരത്തിലുള്ള സാധനങ്ങളെക്കുറിച്ച് പറഞ്ഞു. അവരെല്ലാം പാപവിമുക്തരായി മരണാനന്തരം ബ്രഹ്മലോകത്ത് ചെന്ന് ഈ യുഗത്തിൻ്റെ അവസാനം പ്രളയത്തോടുകൂടി ബ്രഹ്മത്തിൽ തന്നെ വിലയിക്കുന്നു എന്ന് പറയുകയുണ്ടായി. തുടർന്ന് ഇതെല്ലാം കർമ്മങ്ങളാണ്, കർമ്മത്തിൽ നിന്നും ഉണ്ടായതാണ്, വേദങ്ങളിൽ വിസ്തരിച്ചതെല്ലാം കർമ്മത്തിന് ബന്ധപ്പെട്ടതാണ്. ഈ കർമ്മങ്ങൾ കൊണ്ടൊന്നും ബ്രഹ്മത്തെ കർമ്മത്തിൻ്റെ ഫലമായി സിദ്ധിക്കാൻ സാധ്യമല്ല. ഇതെല്ലാം കർമ്മജമാണ്. ഇതെല്ലാം മനഃശുദ്ധിക്ക്, ചിത്തശുദ്ധിക്കായിക്കൊണ്ടാണ് ഇതെല്ലാം കർമ്മയോഗപരമായി ചെയ്യുമ്പോൾ ചിത്തശുദ്ധിയും തദ്വാര ജ്ഞാനം കൊണ്ട് മാത്രമേ മോക്ഷമുള്ളൂ. സർവജ്ഞാനേ പരിസമാപ്യതേ, ജ്ഞാനം കൊണ്ടാണ് മോക്ഷം എന്ന് ഭഗവാൻ എടുത്ത് ഇവിടെ ഇങ്ങനെ 33-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു. അപ്പോൾ അത്തരം ജ്ഞാനം എങ്ങനെയാണ് പ്രാപ്യമാകുക ഒരു സാധകന് എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുകയാണ്. തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേക്ഷ്യന്തി തേ ജ്ഞാനം ജ്ഞാനിനസ്തത്വദർശിനഃ. തത്വദർശിനഃ, തത്വത്തെ സാക്ഷാത്കരിച്ചവർ, തത്വദർശിനം, തത്വത്തെ മനസ്സിലാക്കി, അങ്ങനെയുള്ള ജ്ഞാനിനഃ, അങ്ങനെയുള്ള ജ്ഞാനികൾ. അപ്പോൾ തത്വത്തെ മനസ്സിലാക്കാത്ത ജ്ഞാനികളും ഉണ്ട്. തത്വത്തെ പൂർണ്ണമായും മനസ്സിലാക്കാത്ത, ബോധിക്കാത്ത, മുക്തരായ അല്ലാത്തവരും ജ്ഞാനികളുണ്ട്, അവരും. അപ്പോൾ തത്വത്തെ സാക്ഷാത്കരിക്കുന്ന ആ ജ്ഞാനികൾ തേ ഉപദേക്ഷ്യന്തി, അവർ നിനക്ക് ഉപദേശിക്കും, നിനക്കായി തന്നെ ഉപദേശിക്കും. എപ്പോ, എന്തിനെ? തത്, ആ ജ്ഞാനത്തെ. എപ്പോ? പ്രണിപാതേന പരിപ്രശ്നേന. പ്രണിപാതം, നമസ്കാരം, വീണ് കിടന്ന് ദണ്ഡ നമസ്കാരം പറയില്ലേ, ദീർഘദണ്ഡ നമസ്കാരങ്ങൾ, ആ പാദ നമസ്കാരങ്ങൾ ചെയ്തുകൊണ്ട് ആ സമർപ്പണ മനോബുദ്ധിയോടുകൂടി ആ തത്വദർശിനിയെ പ്രാപിക്കുമ്പോൾ അവൻ നിന്നെ ഉപദേശിക്കും, തത്വജ്ഞാനത്തെ ഉപദേശിക്കും, അല്ലെങ്കിൽ ശാസ്ത്രത്തെ ഉപദേശിക്കും എന്ന് പറയാം. അപ്പോൾ ആ ഒരു സമർപ്പണ ബുദ്ധി വേണം. അവിടെ എന്ത് വേണം? സമർപ്പണ ബുദ്ധിയോടുകൂടി അവരെ ശുശ്രൂഷകൾ കൊണ്ട്, അല്ലേ, ഗുരുസേവക കൊണ്ട്, അല്ലെങ്കിൽ ഗുരു ഭക്തി കൊണ്ട്, ഗുരു സമർപ്പണം കൊണ്ട്, ഗുരുവിനായിട്ട് ആ ശിഷ്യൻ്റെ ഗുണം, ആ ശിഷ്യനാണ് ശരിക്കും വലിയവൻ, ഗുരുവല്ല. ശിഷ്യൻ്റെ ഗുണമാണ് ഒരു ഗുരുവിനെ ഉള്ളിൽ ഉദിപ്പിക്കുന്നത്. അല്ലാണ്ട് ശിഷ്യൻ അല്ലാതിരിക്കുന്നിടത്തോളം കാലം എത്ര വലിയ ഗുരുവനാണ് ഒരു ശിഷ്യനെ ഉണ്ടാക്കാൻ സാധ്യമല്ല, ഒരു ശിഷ്യനെ ഉയർത്താൻ സാധ്യമല്ല. ശിഷ്യൻ സ്വയം ഉയരുന്നതാണ്. ആ ശിഷ്യത്വ ഗുണങ്ങൾ സ്വയം ഉണ്ടാകുമ്പോൾ അവിടെ ആ ഗുരു പോലും പ്രീതിപ്പെടുകയാണ് ചെയ്യുന്നത്. ഗുരു ശിഷ്യന് മുന്നിൽ പ്രീതിപ്പെട്ട് അവന് ആ ജ്ഞാനത്തെ ഉപദേശിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ശിഷ്യനാവാനാണ് ശ്രമിക്കുന്നത്, അല്ലാണ്ട് ഗുരുവിനെ തേടാനല്ല ശ്രമിക്കേണ്ടതെന്ന് കൂടി ഇവിടെ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ നല്ലൊരു ശിഷ്യ ഗുണം ആണോ ഉള്ളത്, അല്ലെങ്കിൽ ഗുരുവിൻ്റെ ഗുണങ്ങൾ നമ്മൾ നോക്കി നടക്കാറുണ്ട്. അവൻ എങ്ങനെ, ആ ഗുരുവാണോ, ഗുരുവിൻ്റെ ഗുണങ്ങളുണ്ടോ, വേഷങ്ങളിലാണോ? ആ വേഷങ്ങളിലാണ് നമ്മൾ കൂടുതൽ പെട്ടുപോകുന്നത്. പലരും വേഷങ്ങൾ കണ്ടിട്ടാണ് ഗുരുവായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഭാവനകളിലാണ് നമ്മൾ ഗുരുവായി കാണുന്നത്. അല്ലാണ്ട് നമ്മൾക്ക് എത്രത്തോളം ശിഷ്യനാവേണ്ട ഗുണങ്ങളൊക്കെ നമ്മളിൽ ഉണ്ടോ, അല്ലെങ്കിൽ വളർത്തുന്നുണ്ടോ എന്നുള്ളതെല്ലാം വളരെ, എന്താ പറയുക, അതിനെക്കുറിച്ചൊന്നും ചിന്തയില്ല നമുക്ക്. അങ്ങനെയല്ല വേണ്ടത്. അപ്പോൾ അങ്ങനെ ആ ശിഷ്യൻ്റെ നല്ലൊരു ശിഷ്യനായി ഗുരുഭക്തിയോടുകൂടി പ്രണിപാതേന, നമസ്കാരം കൊണ്ടും, പരിപ്രശ്നേന, സംശയം തീർക്കാനുള്ള ചോദ്യങ്ങൾ എന്നോട് ചോദിക്കില്ലേ, കഥം ബന്ധഃ, കഥം മോക്ഷഃ, കാ വിദ്യ, എന്താണ് അവിദ്യ, എന്താണ് വിദ്യ, എന്താണ് ബന്ധനം, എന്താണ് മോക്ഷം എന്നതിനെക്കുറിച്ചൊക്കെ പരിപ്രശ്നേന, അതിൻ്റെ ശരിയായ രീതിയിൽ യുക്തിസഹമായിട്ട് അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ട് അതിൻ്റെ ശ്രദ്ധയോടുകൂടി, ഭക്തിയോടുകൂടി ചോദ്യങ്ങൾ ചോദിച്ച് പറഞ്ഞത് മനസ്സിലാക്കണം. അങ്ങനെ ആ സേവയാ, ശുശ്രൂഷ കൊണ്ട്, ഗുരു ശുശ്രൂഷ കൊണ്ടൊക്കെ ത്വം വിദ്ധി, നീ അത് അറിഞ്ഞാലും. എങ്ങനെ? തത്വദർശികളെ നമസ്കാരം കൊണ്ടും പരിപ്രശ്നങ്ങൾ കൊണ്ടും സേവയാ, സേവ കൊണ്ടും, സേവ പറഞ്ഞാൽ ശുശ്രൂഷ, ഗുരുസേവ കൊണ്ടും ഗുരു ശുശ്രൂഷ കൊണ്ടും നീ ആ തത്വത്തെ അറിഞ്ഞാലും. അങ്ങനെ ആ ശ്രദ്ധയോടുകൂടി നിൽക്കുന്ന ഒരു ശിഷ്യന് അവിടെ ജ്ഞാനം കൊണ്ട് ആ തത്വബോധം ഉണ്ടാകുന്നു. അവിടെ ഭഗവാൻ പറയുന്നുണ്ടായി, ജ്ഞാനേ സർവജ്ഞാനേ പരിസമാപ്യതയെന്ന്. അപ്പോൾ ആ ജ്ഞാനം എങ്ങനെയാണ് ലഭിക്കുന്നത് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ഗുരുവിലൂടെ, ശാസ്ത്രത്തിലൂടെയാണ്
ഈ തത്വബോധം ഉണ്ടാകുന്നത്. അതിന് ഒരു നല്ലൊരു ശിഷ്യനാകണം അല്ലേ. കലത്തിൽ പലതും നിറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ അതിൽ എന്ത് പാലൊഴിച്ചാലും എന്ത് നല്ല കാര്യങ്ങൾ ഒഴിച്ചാലും അതെല്ലാം കേടുവന്ന് പോവുകയുള്ളൂ, അല്ലെങ്കിൽ അതെല്ലാം കവിഞ്ഞൊഴുകുകയുള്ളൂ അല്ലേ. അല്ലെങ്കിൽ കമുത്തി വെച്ച ഒരു കുടത്തിൻ്റെ മേലെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പോൾ നമ്മൾ ശുദ്ധമാകണം, നമ്മുടെ മനസ്സ് ശുദ്ധമാകണം. ആ ഒരു സാധനാ ചതുഷ്ടയ സമ്പത്തിയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു. ഒരു അധികാരി എന്തായിരിക്കണം, ഒരു സാധകൻ എന്തായിരിക്കണം, ഒരു ശിഷ്യൻ എന്തായിരിക്കണം. അതൊക്കെ ഗുരു ശുശ്രൂഷ കൊണ്ടും ഗുരുഭക്തി കൊണ്ടും ഈശ്വര പ്രാർത്ഥന കൊണ്ടും ഒക്കെയാണ് ഈ ഇതിന് അധികാരിയാകുന്നത്, മനഃശുദ്ധി ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള യോഗ്യരായ ശിഷ്യന്മാർക്ക് തത്വവിത്തുകൾ ആ ബ്രഹ്മതത്വത്തെ ഉപദേശിക്കുന്നു. ആ ജ്ഞാനത്തിലൂടെ മുക്തരായി തീരാം. അങ്ങനെ നീ അതിനെ, ആ തത്വബോധത്തെ അറിഞ്ഞാലും എന്ന് ഭഗവാൻ ഈ ശ്ലോകത്തിൽ പറയുകയാണ്. തുടർന്ന് യജ്ഞാത്വാ ന പുനർമോഹം ഏവം യാസ്യസി പാണ്ഡവ യേന ഭൂതാന്യശേഷേണ ദ്രക്ഷ്യസ്യാത്മന്യതോ മയി. അപ്പോൾ ഇതിൻ്റെ ഫലം എന്താണ് എന്നാ പറയണത്? ഈ ജ്ഞാനം കൊണ്ട് എന്താണ് ഫലം? പാണ്ഡവ, അല്ലയോ അർജുന, യജ്ഞാത്വ, ഈ ആത്മജ്ഞാനത്തെ അറിഞ്ഞിട്ട് പുനഃ ഏവം മോഹം ന യാസിസി, ഈ നിലയിലുള്ള അവിവേകത്തെ, ഇപ്പോൾ അവനുണ്ടായിരിക്കുന്ന അർജുനുണ്ടായിരിക്കുന്ന മോഹം, ഞാൻ എൻ്റെ എന്നുള്ള ആ മോഹം, അല്ലെങ്കിൽ ഈ സംസാര ബന്ധനം, ഈ അവിവേകം നീ പ്രാപിക്കില്ല. ന യാസ്യസി, എന്തുകൊണ്ട്? ഏതു ജ്ഞാനം കൊണ്ട്? ഭൂതാനി അശേഷേണ, ഭൂതങ്ങളെ മുഴുവൻ ആത്മനി ദ്രക്ഷസി, പ്രത്യേകാത്മാവിൽ നീ കാണുന്നു. തന്നിൽ തന്നെ ഈ എല്ലാ ജഗത്തും, ഉള്ളതും പുറത്തും എല്ലാം ഉള്ള ഈ ജഗത്ത് തന്നെ തന്നിൽ കാണുന്നുവോ? എങ്ങനെ തന്നിൽ കാണുക എന്ന് പറഞ്ഞാൽ, ഈ സ്വർണ്ണാഭരണങ്ങളെല്ലാം സ്വർണമായി കാണുന്നത് പോലെ, അല്ലെങ്കിൽ എല്ലാ തിരകളെല്ലാം ജലമായി തന്നെ അറിയുന്ന പോലെ, ഈ സർവങ്കലു ഇതം ബ്രഹ്മ, ഇതെല്ലാം ബ്രഹ്മതത്വം തന്നെ, ആത്മസ്വരൂപം തന്നെ എന്നറിയുമ്പോൾ ഈ എല്ലാ ഭൂതങ്ങളും മുഴുവനും തന്നിലും പുറത്തുമുള്ള എല്ലാതും എന്താണ്? ആത്മനി ദർശസി, നീ ആത്മാവിൽ, പ്രത്യേകാത്മാവിൽ തന്നിൽ തന്നെ കാണുമ്പോൾ അതോ മയി ദൃക്ഷസി, അതിൽ പിന്നെ എങ്ങനെ കാണണം? ആ പ്രത്യേകാത്മാവിൽ എന്ന് പറഞ്ഞാൽ ആ പ്രത്യേകാത്മാവ് എന്നുള്ളത് ഈശ്വരനിൽ, ആ ആത്മബോധത്തിൽ തന്നെ, പരമാത്മാവിൽ തന്നെ നീ കാണുന്നുവോ, ആ ജ്ഞാനത്തെ നീ അറിയുക. ഒന്നായി കാണുന്നു. എങ്ങനെ? ആ പ്രത്യേകാത്മാവിൽ കാണുക എന്ന് പറയുന്നത് അതന്നെയാണ് ആ പരമാത്മ തത്വം. അവിടെ ഞാൻ എൻ്റെ എന്നുള്ളത് വേറെ ഇല്ല, ആ പരമാത്മ തത്വം തന്നെ അതിലേക്ക് കാണുന്നു. അതുകൊണ്ടാണ് പറയണത് ഏന ഭൂതാന്യശേഷേണ ദൃക്ഷ്യസ്യാത്മന്യതോ മയി, എന്നിലേ കണ്ടോളണം. അധോ മയി, അതിൽ പിന്നെ ആ പ്രത്യേകാത്മാവിനെ പരമാത്മാവിൽ തന്നെ നീ കാണണം. ആ കാണുന്നവനെ പോലും നമ്മളെന്താണ്, ആ കാണുന്നു എന്നുള്ളവനും അവിടെ കാണുന്നില്ല, അങ്ങനെയുള്ളത് രണ്ടാമത് വേറൊന്നില്ല. അതും പരമാത്മ തത്വം തന്നെ. ആ തത്വത്തിന് ഭിന്നമായി ഇവിടെ യാതൊന്നുമില്ല, എല്ലാം ഒന്ന് തന്നെ. ആ ജീവാത്മാവ് പരമാത്മാവ് തന്നെ എന്നുള്ളതാണ്. ജീവാത്മ ഈശ്വര പരമാത്മ ഏകത്വത്തെയാണ് കാണിച്ചിരിക്കുന്നത്. ആ ജീവാത്മാവിലാണ് ഇതെല്ലാം ഉള്ളത് എന്ന് കാണുമ്പോൾ ഇപ്പോൾ സ്വപ്നം എല്ലാം കാണുന്നത് എവിടെ? ആ ജീവാത്മാവിലല്ലേ. ജീവാത്മാവ് തന്നെയല്ലേ ആ സ്വപ്നം മുഴുവൻ കാണുന്നത്. പക്ഷെ അത് തന്നെയാണ് ആ പരമാത്മ തത്വം. എന്ന പോലെ ഈ ലോകം മുഴുവൻ, ഈ ജാഗ്രത അവസ്ഥയിലും ഈ കാണുന്നതെല്ലാം ആ ജീവാത്മാവ് തന്നെയാണ്. ഇതെല്ലാം അനുഭവിച്ചറിയുന്നത്, എല്ലാം അറിയുന്നത് ജീവാത്മാവ് തന്നെയാണ്. ആ ജീവാത്മാവ് തന്നെയാണ് പരമാത്മാവ് എന്നറിഞ്ഞാലും ഈ അറിയുന്നത് എല്ലാം ആത്മതത്വം തന്നെയാണ്. ഞാൻ വേറെ നീ വേറെ എന്നില്ല. ആത്മാവ് തന്നെ ആത്മാവിനെ ദർശിക്കുന്നു. അതാണ് ബ്രഹ്മാർപ്പണം, ബ്രഹ്മഹവിർന്ന്. ഇവിടെ യാതൊന്നുമില്ല. ദർശിക്കുന്നതും അനുഭവവും എല്ലാം എന്താണ്? ആത്മതത്വം തന്നെ. ആത്മാവ് തന്നെ ആത്മാവിനെ അറിയുന്നു, അനുഭവമായിട്ടിരിക്കുന്നു. ആത്മാവിന് ഭിന്നമായി ഇവിടെ യാതൊന്നുമില്ല. അങ്ങനെ ജീവാത്മ പരമാത്മ ഏകത്വത്തെയാണ് ഇവിടെ പറയുന്നത്. ആത്മനി ദ്രക്ഷസി അതോ മയി ദ്രക്ഷസി. ഈ ഭൂതാനി അശേഷേണ ഭൂതാനി, എല്ലാ ഭൂതങ്ങളെയും മുഴുവനായിട്ടും ആത്മനി ദർശസി, അവനവനിൽ കണ്ടുകൊണ്ട് അവനവനിൽ ആ ആത്മാവ് അതിനെ തന്നെ, ജീവാത്മാവിനെ തന്നെ പരമാത്മാവിലും കണ്ടുകൊള്ളണം. ആ പരമാത്മാവ് തന്നെയാണ് ജീവാത്മാവ്. ഈ ഞാൻ പറയുന്ന ഈ തത്വം തന്നെയാണ് ആത്മാവ്. ഈ ജീവാത്മാവ് തന്നെയാണ് ആ പരമാത്മാവ്. അങ്ങനെ ജീവാത്മ പരമാത്മ ഏകത്വത്തെ ഇവിടെ ഇങ്ങനെ എടുത്ത് കാണിച്ചിരിക്കുകയാണ് ഭഗവാൻ ഈ ശ്ലോകത്തിൽ ജ്ഞാനഫലമായിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ളത്
അപ്പോൾ ഇങ്ങനെ ഈ ഇങ്ങനെ സാക്ഷാത്കരിച്ചാൽ എന്താണ് ഗുണം? അഭിചേതസി പാപേഭ്യ സർവേഭ്യ പാപകൃത്തമഃ സർവം ജ്ഞാനപ്ലവേനൈവ വൃജിനം സംതരിഷ്യതി. സർവേഭ്യ പാപേഭ്യ പാപകൃത്തമഃ അസി ചേതപി, നീ എല്ലാ പാപങ്ങളെക്കാളും ഏറ്റവും വലിയ പാപിയായി ഭവിക്കുകയാണെങ്കിലും, നീ എല്ലാ പാപങ്ങളിൽ നിന്നും ഏറ്റവും വലിയ പാപം ചെയ്തവനാണെങ്കിൽ കൂടി എന്താണ്? ജ്ഞാനപ്ലവേന ഏവ, ജ്ഞാനമാകുന്ന കപ്പൽ കൊണ്ട്, ജ്ഞാനപ്ലവേന കപ്പൽ, അങ്ങനത്തെ കപ്പൽ കൊണ്ട് സർവം വൃജിനം സംതരിഷ്യതി, എല്ലാ പാപമാകുന്ന സമുദ്രത്തെയും നീ എന്ത് ചെയ്യും? സംതരിഷ്യതി, നീ അപ്പുറം കടക്കും. ഈ സംസാര സാഗരത്തെ, അല്ലെങ്കിൽ ഈ പാപമാകുന്ന സർവം വ്യജനം, എല്ലാ പാപമാകുന്ന സമുദ്രത്തെയും നീ എങ്ങനെ അപ്പുറം കിടക്കും? ഈ ജ്ഞാനം കൊണ്ട് എല്ലാ പാപങ്ങൾക്കും മറികടക്കും. നീ എത്ര വലിയ പാപിയാണ്. അതല്ലേ രാമായണം. ഇദ്ദേഹം വാൽമീകി മഹർഷി വലിയ കൊള്ളക്കാരനും കൊലപാതകിയൊക്കെ ആയിരുന്നു. അവസാനം ആ ഒരു തത്വജ്ഞാനത്തിലൂടെ അദ്ദേഹം വലിയ മഹർഷിയായി തീർന്നു, അല്ലെങ്കിൽ ആത്മബോധമുള്ള ആളായി തീർന്നു. അപ്പോൾ എത്ര വലിയ പാപിയാണെങ്കിലും, അയ്യോ ഞാൻ പാപിയാണല്ലോ, ഞാൻ ഇത്രയൊക്കെ ചെയ്തവനാണല്ലോ, ഇങ്ങനെയൊക്കെ ചെയ്തവനാണല്ലോ, എനിക്കെന്ത് മുക്തി, ഈ ജന്മത്തിൽ മുക്തിയില്ല എന്നൊക്കെ ചിന്തിക്കുന്നവർ കൂടി ഉത്തരമാണിത്. ഇവിടെ പാപികളൊന്നുമില്ല. പാപി പുണ്യം എന്നുള്ളതൊന്നും രണ്ടും ആത്മതത്വത്തിലില്ല. അങ്ങനെ രണ്ടിനും അതീതമായിരിക്കുന്ന, പുണ്യത്തിനും പാപത്തിനും അതീതമായിരിക്കുന്ന ആത്മതത്വത്തെ ബോധിക്കുന്നതിലൂടെ എല്ലാ പാപത്തെയും പുണ്യത്തെയും അതിക്രമിച്ച് അവൻ ഇതിനെല്ലാം, ഈ സംസാര സാഗരത്തെ അതിക്രമിച്ച് നിൽക്കുന്നു, അല്ലെങ്കിൽ അക്കര കടക്കുന്നു എന്ന് ഭഗവാൻ ഈ ശ്ലോകത്തിൽ പറയണം. അഭിചേതസി പാപേഭ്യ സർവേഭ്യ പാപകൃത്തമഃ. ഇപ്പോൾ ചില മതങ്ങളിലെല്ലാം ഞാൻ അവരെ താഴ്ത്തി പറയുകയല്ല, ചില അയ്യോ ഞാൻ പാപിയാണേ, ഈ പാപിയെ രക്ഷിച്ചോളണേ, അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലല്ലോ. ആ പ്രാർത്ഥനകളൊന്നും വേണ്ട. നിങ്ങൾ പാപികളൊന്നും അല്ല, നിങ്ങൾ നീ അമൃത സ്വരൂപികളാണ് എന്ന് തത്വജ്ഞാനികൾ ഇവിടെ വിളംബരം ചെയ്യണം. നിങ്ങളെല്ലാം തത്വജ്ഞാനികൾ തന്നെയാണ്, അമൃത സ്വരൂപികളാണ്. നിങ്ങൾക്ക് പാപം എന്നുള്ളത് സ്പർശിക്കുന്നില്ല, കർമ്മം സ്പർശിക്കുന്നില്ല, കർമ്മഫലങ്ങൾ സ്പർശിക്കുന്നില്ല, നിങ്ങൾ അമൃത സ്വരൂപികളാണ്, അതിനെ ബോധിക്കുകയാണ് വേണ്ടത് എന്ന് ഭഗവാൻ ഇവിടെ എടുത്ത് പറഞ്ഞ് ഈ ജീവാത്മ പരമാത്മ ഏകത്വത്തെ കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. അടുത്ത ശ്ലോകം 37 അടുത്ത വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം. നമസ്കാരം.